വീട്ടിൽ വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ നമ്മളങ്ങനെ കറങ്ങാനായിട്ട് ഇറങ്ങിയതാണ്. നേരെ എത്തിയത് ഒരു ഫ്ലവർ ഷോ നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇസക്കുട്ടീനെ ദേ അവിടെ കുറേ മാനും ആനയും അങ്ങനെ കുറേ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അതൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് കുറേ ഗെയിംസ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ബോൾ എറിഞ്ഞതാണ് 6 ഗ്ലാസ്സുകളും വീഴണം കേട്ടോ. പക്ഷേ എൻ്റെ ഇത് 2 എണ്ണേ വീണുള്ളൂ. പിന്നെ അമ്പാടനാണെങ്കിൽ അവിടെ ഷൂട്ട് ചെയ്ത് ബലൂണ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും വിട്ട് കൊടുക്കരുതല്ലോ, ഞാനും പൊട്ടിച്ചിട്ടോ കുറേ ബലൂണ്. പക്ഷേ എനിക്ക് സമ്മാനം കിട്ടിയില്ല. അമ്പാടിയിട്ട് ഇതേ സമ്മാനമൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ആളും ഒന്ന് ബോൾ എറിഞ്ഞതാണ്, അതിൻ്റെ അകലത്തോടെ പോയിട്ടില്ല. പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടിലോട്ട് പോയിട്ട് ഈ കപ്പ ബിരിയാണി, പാൽ കപ്പ, ബീഫ്, മറ്റേ മസ്ക ബൺ അതൊക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ മാത്രമല്ല കേട്ടോ, എൻ്റെ കസിൻസും ഉണ്ടേ കൂടെ. പിന്നെ നമ്മൾ കുറേ കാഴ്ചകളൊക്കെ കണ്ട് അത് വഴിയൊക്കെ തേരാ പാര നടത്താണ്. പിന്നെ ഇവിടെ ബർത്ത്ഡേ ഷൂട്ടിനൊക്കെ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇസക്കുട്ടിയാണെങ്കിൽ ഫുൾ ഉഷാറായിട്ട് നടക്കുക കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് പാനിപൂരി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതെനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും അതിലൂടെ ഗെയിം കളിക്കാൻ പോയി. ഇതെന്തോ ബോൾ ഇങ്ങനെ അതിലിട്ടിട്ട് എന്തോ ടോട്ടൽ നമ്പർ കൗണ്ട് ചെയ്തിട്ട് എന്തോ സമ്മാനം കിട്ടുന്ന സംഭവമാണ് കേട്ടോ. അങ്ങനെ അതിലൊന്നും കിട്ടിയില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഈ ഡ്രാഗൻ്റെ ട്രെയിനില്ലേ അതിൽ കയറാൻ പോയതാണ്. നമുക്കെന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ നോക്കരുത് കേട്ടോ. അതായത് എക്സാമ്പിൾ അതായത് ഇതിലാരുമില്ല, നമുക്ക് കയറണമെന്ന് തോന്നി നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ചെയ്യണമെന്ന് തോന്നി നമ്മൾ ചെയ്തു. ആരുമില്ലാതെ നമ്മൾ 3 പേരും ട്രെയിനിലൊക്കെ കയറി. പിന്നെ പഴയ മിഠായികളില്ലേ അതൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ്. അയ്യോ ഇതൊക്കെ എത്ര കഴിച്ചതാ. പിന്നെ നമ്മൾ കുറേ പൂക്കളതും പച്ചക്കറികളതും വിത്തൊക്കെ വാങ്ങിച്ചിട്ട് അമ്പാടേട്ടനാണെങ്കിൽ ഇവിടെ മസാജ് ചെയ്യുന്നതെന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ഡേ ഇങ്ങനെ അങ്ങോട്ട് പോയി. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.